കണ്ടറിയാൻ കാത്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് കണ്ടു തന്നെ അറിയട്ടെ. പക്ഷേ ഈ സർക്കാരിന്റെ മുഖം എത്ര മാറിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകുമ്പോൾ എത്രമാത്രം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ചില ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അതിലേക്ക് പോകാനും ഈ പറയുന്ന സാഹചര്യത്തെ അല്പം വ്യത്യസ്തമായി കാണാനുമാണ് ആഗ്രഹിക്കുന്നത്. SKN സർക്കാരിന്റെ മാറുന്ന മുഖം എന്നത് ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി പദത്തിലേക്ക്, മന്ത്രി പദത്തിലേക്ക്, അതായത് അധികാര പദത്തിലേക്ക് ആരൊക്കെ വരണം എന്നുള്ളത് സമുദായ സംഘടനകൾ തീരുമാനിക്കുന്ന സാഹചര്യം മുതലാണ്. അവർ അഭിപ്രായം പറയുന്ന സാഹചര്യം മുതൽ തന്നെ ആ മാറ്റം തുടങ്ങുന്നു. അതിനുശേഷം കഴിഞ്ഞ 10 വർഷം കാണാത്ത മാറ്റങ്ങൾ നമ്മുടെ അവിടെ ആദ്യം കാണുന്നു. പിന്നീട് അത് വന്ദേ മാതരത്തിലൂടെ മേനോൻ മുഖ്യമന്ത്രിയിൽ എത്തി നിൽക്കുന്നതാണ് ആ മാറ്റത്തിന്റെ ഒന്നാമത്തെ ഘട്ടം. പിന്നീട് ചില പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നു. KSRTCയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മളിവിടെ പറഞ്ഞതാണ്. ആശാ വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞു. മറ്റൊന്ന് PSC റാങ്ക് ലിസ്റ്റ് നീട്ടുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു. അതും പക്ഷേ പഠിച്ചല്ലാതെ നടത്തിയ പ്രഖ്യാപനം എന്നത് വേണം കാണാൻ. ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങളുടെ ഭാവി എന്താകുമെന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം. മറ്റൊരു കാര്യം SKN ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുമ്പോൾ അവിടെ നിന്നും തുടങ്ങി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ മാറ്റം എവിടെയാണ്? സമുദായ സംഘടനകൾ ഇടപെടുന്ന ഇടത്തു നിന്നും തുടങ്ങി വന്ദേ മാതരത്തിലൂടെ അത് തുടർന്ന് മേനോൻ മുഖ്യമന്ത്രിയിൽ നിന്നും ആരംഭിച്ച ആ മാറ്റം ഇപ്പോഴെത്തി നിൽക്കുന്നത് സാധാരണ നിലയിൽ കേരളത്തിന്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതരാകുന്ന ഘട്ടത്തിലേക്കാണ്. അവിടെയാണ് ഇത് എത്തി നിൽക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ രത്തൻ യു ഖേൽക്കർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ആ പദവിയിലേക്ക് നിയമിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ രത്തൻ യു ഖേൽക്കറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അത് ഇത്ര വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നത് എന്നതിന്റെ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് അതിൽ അല്പം കൂടി വ്യക്തത വരുന്നത്. അത് സമാനമായ നിലയിൽ തന്നെ മനോജ് കുമാർ അഗർവാൾ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ബംഗാളിൽ സമാനമായ നിലയിൽ ആ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച ഒരുപാട് ആക്ഷേപങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേട്ട ഒരു ഉദ്യോഗസ്ഥനെ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുന്ന ഘട്ടത്തിൽ ആ സാഹചര്യത്തിൽ അതിനോട് രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രതികരണം വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് വലിയ അതായത് ചെയ്ത മോഷണം വലുതാണെങ്കിൽ അതിന്റെ പ്രതിഫലവും വലുതാകും എന്നുള്ളതാണ് ആ നിയമനത്തെ രാഹുൽ ഗാന്ധി കാണുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് സമാനമായുള്ള നിയമനം വരുമ്പോൾ അവിടെ ചെയ്ത മോഷണം എന്താണെന്നോ പ്രതിഫലം എത്ര വലുതാണെന്നുള്ളത് നമ്മൾ ചോദിക്കുന്നില്ല. അതൊക്കെ ഇപ്പോൾ അവരുടെ വിവേചനാധികാരമാണ് ആരെ നിയമിക്കണം എന്നുള്ളത്. പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന മനോജ് കുമാർ അഗർവാളിനെ നിയമിച്ചത് രത്തൻ യു ഖേൽക്കറിനെ നിയമിച്ചത് ഒരേ കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി മുതലുള്ള ആരോപണം നമുക്കറിയാവുന്നതാണ്. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ തെരഞ്ഞുപിടിച്ചായിരുന്നില്ല ആക്രമണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന പൊതു സംവിധാനത്തിന് എതിരെയായിരുന്നു. ആ സംവിധാനത്തിനെ കുറിച്ചായിരുന്നു വിമർശനം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരെ പിക്ക് ചെയ്ത് ഇവരൊക്കെ ആ വിമർശനത്തിന് അതീതരാണ് എന്ന നിലയിൽ ഒരു പരാമർശവും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് രത്തൻ യു ഖേൽക്കറിന്റെ വ്യക്തിപരമായ മെറിറ്റൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥരെ ഒക്കെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു അത്. ഇനി രത്തൻ യു ഖേൽക്കർ ഒരാക്ഷേപവും നേരിട്ടിട്ട് അത് ഉദ്യോഗസ്ഥനാണോ? ഒരിക്കലുമല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണല്ലോ BJPയുടെ സീൽ വെച്ച ഒരു കത്ത് വന്നതുമായി ബന്ധപ്പെട്ട്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അടുത്ത് നിന്നും തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ട ആളുകൾ BJPയുടെ ഒരു സീൽ വെച്ച കത്ത് അയച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. അന്ന് അതിനെ ന്യായീകരിക്കാൻ രത്തൻ യു ഖേൽക്കർ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ അന്ന് വലിയ ആക്ഷേപങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. രണ്ടാമത്തേത് SIRമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലും ഏകദേശം 9 ലക്ഷത്തോളം ആളുകൾ പുറത്തുപോയ SIRന്റെ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ഒരു നിയമനം ഉണ്ടാകുകയും ആ നിയമനത്തെ ആ ഉദ്യോഗസ്ഥന്റെ മെറിറ്റ് എന്ന നിലയിൽ കാണുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഈ എല്ലാ ഉദ്യോഗസ്ഥരെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എല്ലാ ഉദ്യോഗസ്ഥരുടെയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഒരേ അജണ്ടയാണ്. അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ മാത്രം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഇനി ഈ ED പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ, അന്വേഷണ സംവിധാനത്തിന്റെ കാര്യത്തിൽ മുൻപ് UDFന് കോൺഗ്രസിന് കേരളത്തിലൊരു നിലപാടും കേരളത്തിന് പുറത്ത് മറ്റൊരു നിലപാടുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടും കേരളത്തിലൊരു നിലപാടും കേരളത്തിന് പുറത്ത് മറ്റൊരു നിലപാടുമാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കിയാൽ അക്കാര്യത്തിൽ കൂടി വ്യക്തത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.